ഞാനിവിടെ ആർട്ടിസ്റ്റ് ആയിട്ടാണ് വന്നത്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ആർട്ട് ലീഡായിരുന്നു. ഞാനിവിടെ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നത് എനിക്ക് ഡ്രോയിങ് സ്കില്ലായിരുന്നു. അപ്പോൾ ഡ്രോയിങ് സ്കില്ല് ചെറുപ്പം മുതലേ നമ്മൾക്ക് ഉണ്ടാവും, എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു ധാരണ. ഒരാൾ എഴുതുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ അക്ഷരങ്ങളെ ഒരു ഡിസൈൻ തന്നെയാണ് ബേസിക്കലി, ആ പാറ്റേൺ തന്നെയാണ് രണ്ടാമത് റീക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ ചിലർ കൂടുതൽ അതിനെ ഡെവലപ്പ് ചെയ്യുന്നത് മാത്രം, ഇങ്ങനെ വരയ്ക്കാനോ അല്ലെങ്കിൽ കണ്ടത് ആദ്യം നമ്മൾ നോക്കി വരയ്ക്കും. ഇമാജിനേഷൻ തുടങ്ങുന്നില്ല, നോക്കിയായിരിക്കും വരയ്ക്കും. നോക്കി വരച്ച് കുറെ കഴിയുമ്പോൾ ഒരു ദിവസം നമ്മൾ കാണാതെ വരയ്ക്കും ഇമാജിനേഷൻ. അങ്ങനെ കാണാതെ വരയ്ക്കുന്ന സമയത്ത് നമുക്കൊരു സന്തോഷമുണ്ടാവും ബേസിക്കലി, അതായത് നമ്മൾ ചെയ്തൊരു സാധനം. അല്ലെങ്കിൽ അങ്ങനെ ആ സന്തോഷത്തിന് വേണ്ടി നമ്മൾ തുടങ്ങുന്ന ഒരു കാര്യം പിന്നീട് നമ്മളിൽ ഭയങ്കര ഒരു എന്താ പറയുക, ഇതിനോട് ഭയങ്കര പാഷൻ ഉണ്ടാവും. ഇങ്ങനെ എന്തെങ്കിലും ജോബ് ചെയ്യുക, വേറെ എന്തെങ്കിലും പോകണ്ട. അപ്പോൾ ബേസിക്കലി കുറെ കഴിയുമ്പോൾ ഇങ്ങനെ മാത്സ് ഒക്കെ വീക്ക് ആവുന്നില്ല. സാധാരണ കണ്ടിട്ടുണ്ട് ആർട്ടിസ്റ്റുകൾക്ക് കൂടുതലും ഈ ലോജിക് സൈഡ് കുറച്ച് കുറയുന്നു. ബ്രെയിനിന് രണ്ട് സൈഡുള്ള പോലെ, ഒരു സൈഡ് ലോജിക്കും മറ്റൊരു സൈഡ് ക്രിയേറ്റീവ്. ഈ റൈറ്റ് സൈഡ് കൂടുതൽ ഇങ്ങനെ വളരുമ്പോൾ ഈ സൈഡ് കുറച്ച് കുറയുന്ന പോലെ. അങ്ങനെ എൻ്റെ ഒരു തോന്നൽ മാത്രമാണ്. പക്ഷെ അത് ഗെയിമിംഗ് കമ്പനിയിൽ നമുക്കിപ്പോൾ ഒരു ഗെയിം ഉണ്ടെങ്കിൽ ആദ്യം ഒരു ഗെയിം ഡിസൈനർ ഉണ്ട്. ഗെയിം ഡിസൈനർ ഗെയിമിനെ കുറിച്ചുള്ള ഐഡിയാസ് മാത്രമേ ഉണ്ടാവും അവർക്ക്. അതായത് ഓവറോൾ ഗെയിം എങ്ങനെ ഉണ്ടാവും, ഇപ്പോൾ ആ ഗെയിം ഏത് തരത്തിലുള്ളതായിരിക്കും, ഇപ്പോൾ സോഷ്യൽ ഗെയിമാണോ അല്ലെങ്കിൽ മൊബൈലിൽ വരുന്ന ഗെയിമാണോ, അങ്ങനെയുള്ള പലതരത്തിൽ അവർ ഡിസൈൻ ചെയ്യും ആ ഗെയിം. അതായത് അത് വിഷ്വലി ഒന്നും ഉണ്ടാവില്ല, ഒരു റിട്ടൺ ഡോക്യുമെന്റ് അല്ലെങ്കിൽ അയാളുടെ ഒരു കോൺസെപ്റ്റ് ആയിരിക്കും. അപ്പോൾ അയാളുടെ കോൺസെപ്റ്റ് മറ്റൊരാൾക്ക് വിഷ്വലി കാണിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് അവിടെ വരണം. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് അപ്പോഴാണ് അയാൾക്ക് അവിടെ റോൾ ഉണ്ടാകുന്നത്. അപ്പോൾ അയാൾ ഒരു ഗെയിം ആ ഡിസൈനർ പറയാണ് എനിക്കൊരു നൈറ്റ് സീനാണ് വേണ്ടത്. അപ്പോൾ ആ നൈറ്റ് സീൻ ഏത് മൂഡിലിരിക്കും എന്നുള്ളത് തീരുമാനിക്കുന്നത് ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കും. അത് ആൾക്കാർക്ക് ഫീലിങ്സ് ഉണ്ടാവണല്ലോ. ബേസിക്കലി ഇത് കളിക്കുമ്പോൾ ആൾക്കാർക്ക് ആ ഫീലിങ്സ് വരണം ഓരോ ആക്ഷൻസ് ചെയ്യുമ്പോൾ. അപ്പോഴാണ് അവർക്ക് വീണ്ടും ചെയ്യാൻ അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യാനൊക്കെ തോന്നും. അപ്പോൾ അത് ഉണ്ടാവുന്നത് അധികം ഈ വിഷ്വലി നമ്മൾ കണ്ട ഒരു സംഗതിയിലൂടെയാണ്. ആർട്ടിസ്റ്റ് ആകുമ്പോൾ നമുക്ക് വേറൊരാള് എല്ലാവരും വരയ്ക്കും. അപ്പോൾ ഒരാൾ വിഷ്വലൈസ് ചെയ്യണം. ഇപ്പം നിങ്ങൾ പറയുന്ന ഒരു കാര്യം, എനിക്ക് ഇങ്ങനെ ഒരു സ്ഥലം വേണം, കണ്ടിട്ടില്ല പക്ഷെ നിങ്ങളുടെ മനസ്സിലുണ്ട് ആ സ്ഥലം, പക്ഷെ അത് റീക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ആർട്ടിസ്റ്റിനെ ഉപയോഗിക്കുന്നത്, ആർട്ടിസ്റ്റ് ആവുന്നത് ശരി. അപ്പോൾ ഇവിടെ ബേസിക്കലി അതാണ് എല്ലാവരും. അപ്പോൾ നമുക്ക് പ്രോജക്റ്റിൽ ഉണ്ടാകുന്ന ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ആർട്ട് ചിലപ്പോൾ ചില സീൻ എങ്ങനെ കാണിക്കണം എന്നുള്ള ഡൗട്ട്സ് ഒക്കെ ചിലപ്പോൾ ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് നല്ല ഒരു ക്ലിയർ ഐഡിയ വിഷ്വലൈസർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ആർട്ട് ലീഡിനുണ്ടാവും. ഒരു എക്സാക്ട് സമയമില്ലെങ്കിലും ചില ഡിപ്പെൻഡ് ചെയ്ത് ചിലരുടെ ടാലന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ചിലർ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നത് ചിലപ്പോൾ ചിലർക്ക് 2-3 ദിവസം എടുക്കുന്നത്. പക്ഷെ എന്നാലൊരു ഈ ഒരു ഓഫീസിന്റെ ഒരു സെനാരിയോയിൽ ഒരു 3 ദിവസം ടൈം തന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ തീർക്കാൻ വേണ്ടി എല്ലാവരും ചെയ്യും. ആർട്ടിങ്ങിലുണ്ടാവും. കാരണം വിഷ്വലി ഓരോ ഇപ്പോൾ ഒരു ഗെയിമിന്റെ സ്ക്രീൻ ആദ്യം ഡെവലപ്പറിന് കണ്ടു കഴിയുമ്പോഴാണ് ഡെവലപ്പറിന് ഇതിന്റെ ഓരോ ബട്ടൺസ് ആണ് ഒരു നമ്മളിവിടെ സ്ലോട്ട് ഗെയിമുകളാണ് ചെയ്യുന്നത്, കസീനോ ഗെയിംസ്. അപ്പോൾ അതിൽ ബട്ടൺസ് ഉണ്ടാവും, താഴെ സ്പിൻ ചെയ്യാനുള്ള ബട്ടൺസ്. ഈ ബട്ടൺസ് ക്ലിക്ക് ചെയ്യുന്നത് മുതലാണ് ബാക്കിൽ കോഡ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ ക്ലിക്ക് ചെയ്യാനുള്ള ഒരു മീഡിയം എന്ന് പറയുന്നത് നമ്മൾ കാണാൻ വേണ്ടി ആദ്യം ഈ ഗെയിം ഡിസൈൻ GDD എന്ന് പറയും. അതായത് അതൊരു ഗെയിം ഡിസൈനറാണ്. പുള്ളി ഒരു ആർട്ട് സ്കില്ലും ഉണ്ടാവും, പിന്നെ ഓരോ ഗെയിമിനെ കുറിച്ചുള്ള ഐഡിയ, അങ്ങനെയുള്ള കുറേ ഐഡിയ ഉള്ള ഒരാളാണ് ഗെയിം ഡിസൈൻ ചെയ്യുന്നത്. ആ ഡിസൈനിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ആർട്ടിസ്റ്റ് അത് ഡിസൈൻ ചെയ്യുന്നത്. സാധാരണ എല്ലാവരും കളിക്കുന്ന ഏതെങ്കിലും ഗെയിമിൽ ആംഗ്രി ബേർഡ്സ് പോലത്തെ ആണെങ്കിൽ
അപ്പൊ ആദ്യം പുള്ളി അതിനെ ഫിസിക്സ് ബേസ് ചെയ്തുകൊണ്ടാണ് അതിനെ വർക്ക് ചെയ്യിക്കുന്ന ഡിസൈൻ ഐഡിയകളൊക്കെ. പക്ഷെ അതൊരു ബേർഡ് പോയി തട്ടിയിട്ടാണ് ഇതിങ്ങനെ പോകുന്നത് എന്നുള്ളതെല്ലാം ഒരു ഇമാജിനേഷന്റെ ഭാഗമാണ്. അപ്പൊ അങ്ങനെയുള്ള അത് എങ്ങനെ വരും എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ആർട്ടിസ്റ്റ് അത് ഡിസൈൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ ഡിസൈൻ എടുത്തിട്ടാണ് പിന്നീട് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. ചില മോഡിഫിക്കേഷൻസ് വരും. ചിലപ്പോൾ നമുക്ക് ചില ആനിമേഷൻ സീക്വൻസ് ഒക്കെ ആനിമേഷൻസ് ഒക്കെ അത്ര എഫക്റ്റീവ് അല്ല, ആനിമേഷൻ യൂസറിന് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ചേഞ്ച് ചെയ്യും. എല്ലാം ചേഞ്ച് ചെയ്യും. കാരണം അത് ചിലപ്പോൾ സാധാരണ ഒരു യൂസർ കളിച്ചോണ്ടിരുന്ന ഇത് ബേസിക്കലി ഒരു രാത്രി ഉള്ള ഒരു സീനിൽ ഒരാൾ കളിച്ചോണ്ടിരിക്കുന്നത്, അതിനെ വേണമെങ്കിൽ നമുക്ക് പകല് ആക്കി മാറ്റാം. ആർട്ട് കൊണ്ട് മാത്രം. കോഡ് അവിടെ തന്നെ ഇരിക്കണം. കോഡിലൊന്നും ചെയ്യുന്നില്ല, വെറും ആ റീസ്കിൻ ബാക്ക്ഗ്രൗണ്ട് മാറുമ്പോ സീനും മാറും. അത് രാത്രി പകലല്ലേ, അപ്പൊ തന്നെ യൂസറിന് മൈൻഡ് മാറും. തിയറികൾ, കളർ, ആൾക്കാർ യൂസറിന് ഇഷ്ടപ്പെടാനുള്ള ചില ഗെയിംസ്, ഇപ്പൊ ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഗെയിമുകൾക്ക് പലപ്പോഴും അവരുടെ ടേസ്റ്റ് കളർ സെൻസ് അതായിരിക്കും യൂസ് ചെയ്യുന്നത്. അതൊരിക്കലും മെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഭയങ്കര ആർമേഴ്സും അല്ലെങ്കിൽ ബ്ലഡ് ഡൈ അല്ലെങ്കിൽ ഡാർക്ക് അങ്ങനത്തെ തീമിലേക്ക് ഫീമെയിൽ ഫീമെയിലിന് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ജന്മന അവർക്ക് അങ്ങനെ ചില സംഗതികൾ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു. ചെയ്യാൻ താല്പര്യമുള്ള ഒരു ആർട്ടിസ്റ്റ് ഗെയിം കളിക്കണം. ഗെയിമുകൾ കളിക്കുമ്പോൾ ഒത്തിരി ഗെയിമുകൾ കാണുമ്പോൾ ചില പുള്ളിക്ക് സ്വയം ഐഡിയ ഉണ്ടാവും. ഈ ഗെയിം വേണമെങ്കിൽ വേറൊരു തീമിൽ ചെയ്താൽ ഇതിനേക്കാൾ നന്നാവില്ല, അല്ലെങ്കിൽ ഇതിനെ റീഡിസൈൻ ചെയ്തുകൂടെ. അപ്പൊ അങ്ങനെ ഒത്തിരി ഐഡിയാസ് പുള്ളിക്കുണ്ടാവും കളിക്കുന്ന ഒരാൾക്ക്. കളിക്കാത്ത ഒരാൾക്ക് ഇത് അറിയുന്നില്ല, ഇങ്ങനൊരു സംഭവം ഉണ്ട്. കളിച്ച ഓരോ ലെവലുകൾ കളിച്ച് ചെല്ലുമ്പോഴാണ് നമ്മൾ ആ ലെവലുകളൊക്കെ കാണുന്നതും. അതാണ് ആർട്ടിസ്റ്റ് ചെയ്യുന്ന ആർട്ട്. പലപ്പോഴും ചില ഗെയിമുകൾ പൊളിഞ്ഞു പോകുന്നത് അത് യൂസറിന് ഇഷ്ടപ്പെടാത്ത രീതിയിലാവുന്നതാണ്. ആർട്ട് കൊണ്ട് ആൾക്കാർ ഇഷ്ടപ്പെടാതെ വരും. പിന്നെ ചിലപ്പോ യൂസർ ഇഷ്ടപ്പെട്ട രീതിയിൽ ഗെയിം പെർഫോം ചെയ്യാതെ വരുമ്പോൾ യൂസറിന് ഇഷ്ടപ്പെടാതെ വരും. ചലഞ്ച് എന്ന് പറയുന്നത് പുതിയ ഗെയിമുകൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയൊരു ഗെയിം നമുക്ക് വേണ്ടി ഒരു തീം തരില്ല. അപ്പൊ നമുക്കൊരു ചലഞ്ചിങ് തന്നെ, അത് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത പുതിയൊരു ഗെയിം നമ്മളാരും കണ്ടിട്ടില്ല, ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അതൊരു ചലഞ്ച് തന്നെയാണ് പലപ്പോഴും. അത് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിന്റെ ക്ലോൺസ് ഒരുപാട് ഇറങ്ങും. പക്ഷെ അതിന് ഒരു മാസ്റ്റർ ഉണ്ട്, അവിടെ ഒരു ചലഞ്ചിങ് സംഭവിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഐഡിയാസ് വരുമ്പോ എല്ലാവരും എവരിബഡി ടുഗദർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാക്കുവോ അല്ല എങ്ങനെയാണ്? അത് ഡിസ്കഷൻ ഉണ്ടാവും, ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് അവർ കുറെ റെഫറൻസ് തരും, നമ്മൾ കുറെ റെഫറൻസ് കളക്ട് ചെയ്യും. ഒത്തിരി റെഫറൻസ് ഉണ്ട് അതിനോട് ചേരുന്ന സീനുകളോ അല്ലെങ്കിൽ കളറുകളോ ഒക്കെ പിക്ക് ചെയ്യാൻ വേണ്ടി. കളർ പാലറ്റുകൾ, കളർ മൂഡൊക്കെ, ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മൾ കുറെ ഗെയിമുകൾ കളിക്കുമ്പോൾ നാച്ചുറലി കുറെ ഐഡിയാസ് ഉണ്ടാവും. ഇങ്ങനെ നമ്മളുടെ ഗെയിമിൽ ഇപ്പൊ വേറൊരു സീനിനകത്ത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പാമ്പ് ഒരു സ്ലോട്ടിനകത്ത് ഇങ്ങനെ വേറൊരു സ്ലോട്ടിലേക്ക് കയറി പോകുന്ന ഒരു ആനിമേഷൻ. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ഐഡിയ കിട്ടി, ഇനി വേണമെങ്കിൽ അത് പാമ്പിന് പകരം വേറെ എന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഒരു ഐഡിയ അവിടെ നിന്ന് ഉണ്ടായി. അങ്ങനെയുള്ള ഐഡിയയും നമുക്ക് ഗെയിമുകളിൽ നിന്ന് കിട്ടുന്നത്. അത് ചിലപ്പോൾ ആർട്ടിലാണ് അപ്ഡേറ്റ്സ് ആവശ്യപ്പെടുന്നതെങ്കിൽ ചിലപ്പോൾ കുറെ മെഷീൻസ് ഉണ്ടാവും. കസിനോക്കകത്ത് കുറെ സ്ലോട്ട് മെഷീൻസ് ഉണ്ടാവും. അപ്പോൾ പുതിയൊരു മെഷീൻ വേണം. അത് യൂസറിന് ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂണിഷ് ആയിട്ടുള്ള ഒരു മെഷീൻ വേണമെന്ന് പറയുമ്പോൾ ആ മെഷീൻ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് അപ്പോൾ ആ മെഷീൻ ഒരു അപ്ഡേറ്റ് ചെയ്യുന്നത് യൂസർ അത് കോഡിങ് അങ്ങനെ ഒരു സെക്ഷനാണ്. യൂസർ ജോയിൻ ചെയ്യുമ്പോൾ പുതിയ മെഷീൻ അപ്ഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ. ഗെയിമിങ്ങിന്റെ കോഴ്സുകളുണ്ട് സിംഗപ്പൂരൊക്കെ. ഗെയിമിംഗ് തന്നെ പഠിക്കുന്നത് ആഫ്റ്റർ +2 3 ഇയർ ഗ്രാജുവേഷൻ. BFA ഉണ്ട്, ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സ്, തൃപ്പൂണിത്തുറ തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ്. Okay, and you think that will give you a good base? നല്ല ബേസ് ഉണ്ട്. Okay, ഫൈൻ ആർട്സ് ആണ്, അപ്പോൾ ഒരു 4 ഇയർ കോഴ്സ്. അതൊക്കെ ചെയ്താൽ ഇവിടെ ആസ് an artist you will get കൂടുതൽ ആർട്ടിസ്റ്റുകളും BFA വരുന്ന ആർട്ടിസ്റ്റ്.
പാരൻസ് അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ഒരിക്കലും ഇങ്ങനെ വരച്ചത് കൊണ്ട് ഒരിക്കലും അവർക്ക് അറിയില്ല, അവരെ കുറ്റം പറയുന്നില്ല. അവർക്ക് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫ്യൂച്ചറിൽ ഇത് വരും. പക്ഷെ ആർട്ട് വരയ്ക്കാൻ നമ്മൾ അറിഞ്ഞാലും ഇൻഡസ്ട്രി എന്തൊക്കെയാന്ന് അറിയുന്നത്. ആർട്ട് പല ഇൻഡസ്ട്രിയിലും ഉപയോഗിക്കുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നുണ്ട്. ആർട്ട് അപ്ലൈ ചെയ്യപ്പെടുന്ന ഭാഗങ്ങളുണ്ട്. ഡിസൈൻ ഇല്ലാതെ ഒരു സാധനം ഉണ്ടാക്കുന്നില്ല. ഡിസൈൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. ആർട്ടിസ്റ്റിന് ജോബ് ഉണ്ട്. അപ്പൊ ആർട്ടിസ്റ്റിന് ജോബ് ഇല്ല എന്നുള്ളത് പലപ്പോഴും തെറ്റിദ്ധാരണ. അത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടത് ആർട്ട് എന്ന് പറയുമ്പോൾ പെയിന്റിങ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് മാത്രം ചെയ്യുന്ന ആൾക്കാരെയാണ്. അതിനും ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ അത് ചെയ്തിട്ടില്ല അധികം. പക്ഷെ ആർട്ട് അറിയുന്ന ഒരാൾക്ക് ഇൻഡസ്ട്രിയിൽ നല്ല ആവശ്യമില്ല. ഇതുപോലുള്ള ഇൻഡസ്ട്രികൾ ഗെയിമിങ് തന്നെ ഉണ്ട്, അല്ലാതെയുള്ള ഇൻഡസ്ട്രികളിൽ ഡിസൈൻ കാറുകളൊക്കെ ഡിസൈൻ ഒരിക്കലും അവിടുത്തെ ആർട്ടിസ്റ്റ് മോശം സാലറി വാങ്ങുന്ന ഒരാളായിരിക്കില്ല, നമുക്ക് ചിന്തിക്കാവുന്ന. അപ്പൊ അവിടെ ഡിസൈൻ ഉണ്ട്, ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, എഞ്ചിനീയറും ഉണ്ട്. പക്ഷെ ഒരു ആർട്ടിസ്റ്റിന് അവിടെ ഒരു ചാൻസ് ഉണ്ട്. എൻകറേജ്മെന്റ് കിട്ടാത്ത പലപ്പോഴും പാരന്റ്സിന് ഇങ്ങനെ അറിയാത്തുണ്ട്, ഇങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ട്, ഇങ്ങനെ ജോബ് ഉണ്ട് എന്നുള്ളതിന് പ്രത്യേകിച്ച് ഒരു എവിഡൻസ് ഒന്നും ഇല്ല. ഇങ്ങനെ ഒരാൾ ജോബ് ചെയ്ത് ജീവിച്ചു. അവര് കൂടുതൽ കാണുന്നത് പലപ്പോഴും ആർട്ടിസ്റ്റുകൾ കൂടുതൽ പൈസയൊന്നും ഇല്ല അടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെ മൈൻഡില് മകൻ ഇങ്ങനെ ആയി പോകും. അപ്പൊ അതുകൊണ്ട് അവര് വേഗം ഡൈവേർട്ട് ചെയ്യും. വരയ്ക്കാൻ തുടങ്ങുമ്പോ തന്നെ നല്ല പഠിക്കാനുള്ള കാര്യത്തിലേക്ക്. അപ്പൊ ഒത്തിരി ക്രിയേറ്റിവിറ്റി ഉള്ളവര് ചിലപ്പോൾ എഞ്ചിനീയേഴ്സിൽ ഉണ്ടാവും, ചിലപ്പോൾ എന്നെക്കാളും ക്രിയേറ്റീവായ എഞ്ചിനീയേഴ്സ് ഇതിനകത്ത് തന്നെ ഉണ്ടാവും. പക്ഷെ അവരെ ചിലപ്പോൾ ചെറുപ്പത്തിൽ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് അവർ എഞ്ചിനീയർ ആയത്. എഞ്ചിനീയർ മോശം നല്ല, പക്ഷെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് വരാൻ പറ്റാതെ പോയവർ ഉണ്ട്. ചില എഞ്ചിനീയേഴ്സ് ഉണ്ട്, എനിക്ക് അറിയുന്ന എഞ്ചിനീയേഴ്സ് ഉണ്ട്. ഈ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് ഗെയിം ആർട്ടിസ്റ്റ് ആയത് നമ്മളെ കമ്പനിയിൽ ഉണ്ടായിരുന്നു. പുള്ളി ഇപ്പൊ ഗൾഫിൽ പോയി. ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർ അപ്പോഴും ഇതിലേക്ക് എത്താൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇത് ശരിക്കും ഈ ജോബ് എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഞാൻ രാവിലെ ഇവിടെ വന്ന് വൈകുന്നേരം ഇവിടെ ഞാൻ ടയർഡ് ആവുന്നില്ല, കാരണം എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ഈ ജോബിനോട്. ക്രിയേറ്റിവിറ്റി ആണ്, ക്രിയേറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ എന്നും ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും ചെയ്യാനുള്ളതുകൊണ്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. മറ്റുള്ള ജോബ് പോലെ ഒന്ന് കുത്തിയിരുന്നിട്ട് ഇങ്ങനെ ടയർഡ് ആവുന്നൊന്നും. ഇൻട്രസ്റ്റ് ഉണ്ട്, നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഇല്ല, ആർട്ടിസ്റ്റിന് റെയറാണ് കിട്ടാൻ വേണ്ടി. എപ്പോഴും റിക്രൂട്ട്മെന്റ് നടക്കാറുണ്ട്. അപ്പോൾ ഒരു 10 ആളുണ്ടെങ്കിൽ അതിൽ ഒരാളോ ചിലപ്പോൾ ആരും ഉണ്ടാവാറില്ല. പക്ഷെ എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ 10 പേരിൽ 5 ആളെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഗെയിമിംഗ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറെ കൂടെ ഇന്ററാക്റ്റീവായ, അതായത് നമുക്കത് ശരിക്കും നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു സാധനമല്ലേ, അത് നമുക്ക് തന്നെ കളിക്കാം, എത്ര വേണേലും കളിക്കാം. അവിടെ ഒരു ഡെവലപ്പറുടെ സപ്പോർട്ട് ഉണ്ട് പലതവണ അതിന്റെ ഗെയിം ഇന്റലിജൻസ് ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയ ഒരു ക്യാരക്ടറാണ് നമ്മളുടെ ഇഷ്ടത്തിന് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളാണ് ആ ക്യാരക്ടറിനെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ആ ഒരു സന്തോഷമുണ്ട്. പിന്നെ നമുക്ക് ജീവിക്കാനുള്ള പൈസയുണ്ട്. അപ്പൊ രണ്ടും ഉണ്ടാകുമ്പോൾ സ്കെച്ചിങ് ചെയ്യണം. പിന്നെ എത്ര എന്തെങ്കിലും ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വായിക്കുക. പിന്നെ മാക്സിമം കാണുമ്പോൾ നമ്മൾ വിഷ്വൽ ലൈബ്രറി ഉണ്ടാവും. അത്രയും വളരെ കൂടുതൽ കണ്ട ആൾക്ക് അത്രയും ഐഡിയാസ് ഉണ്ടാവും ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച്. So what do you do? What do you go see? Play games? Then what else? പിന്നെ ബ്ലോഗുകളുണ്ട്, ആർട്ടിസ്റ്റുകളുടെ ബ്ലോഗ്. പിന്നെ ചില ഈ കോൺസെപ്റ്റ് ആർട്ട് സൈറ്റുകൾ തന്നെ ഉണ്ട്, ഒത്തിരി ഉണ്ട്. ഒരു ദിവസം ഇരുന്ന് കണ്ടാൽ തീരാത്തത്രയും നെറ്റില് ഇപ്പൊ സൈറ്റുകളും. കോൺസെപ്റ്റ് ആർട്ട് വേൾഡ് സൈറ്റ്, പിന്നെ ഡിവൈൻഡ് ആർട്ട്, ഇതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. അതിനകത്ത് എന്ത് ഡിസൈൻ സംഗതികളെല്ലാം ആർട്ടോ അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ പിൻട്രസ്റ്റ് എന്ന് പറയുന്നത് അതിലുണ്ട്. ഇപ്പൊ പണ്ടത്തേനേക്കാളും വേഗം എല്ലാവർക്കും പഠിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഒരു ഇത് വരയ്ക്കാനൊക്കെ റെഫറൻസ് കിട്ടും. ഒരു 10-20 റെഫറൻസ് കിട്ടുമ്പോൾ നമുക്കൊരു ഐഡിയ ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കിയെടുക്കാം. എനിക്കൊക്കെ ചെറുപ്പത്തിൽ ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം
ഡ്രോയിങ് ക്ലാസ് ഒക്കെ മാസത്തിൽ ഒന്നൊക്കെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. പക്ഷെ അതൊരു ഭയങ്കര സന്തോഷമാണ്. അപ്പൊ തന്നെ നമുക്ക് അതിനോടുള്ള ഒരു ടേസ്റ്റ് ഉണ്ട് അത് ചെയ്യാനും.